ഹായ് ഗൈസ്, കുറച്ച് നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ബജാജിൽ നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുണ്ട്. 50 ക്വാണ്ടിറ്റിയാണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഷോർട്ട് ചെയ്ത ലെവല് സി 6514 14.65. ഓക്കെ, ഈ ഒരു ലെവലിലാണ് ഷോർട്ട് ചെയ്തത്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈയുടെ മേലെയാണ്. ഓക്കെ, 40 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. എഗെയിൻസ്റ്റ് ടാർഗറ്റ് നമ്മൾ എന്നത്തെ പോലെ 1:2 ആണ് നോക്കുന്നത്. ഓക്കെ, 80 പോയിൻറ്റ്സ് ആണ് ടാർഗറ്റ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും 60 രൂപ ലോസിലാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഓൾറെഡി സെറ്റാണ്. ഞാൻ ഷോർട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. എന്തായാലും വെയിറ്റ് ചെയ്യാം, ഈ ഒരു ട്രേഡ് എങ്ങനെ പോകുന്ന അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും നാളും ഒരു വീഡിയോ ചെയ്യാത്തത് കുറച്ച് ബിസി ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ട്രേഡ് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ 2 ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. രണ്ടും ഞാൻ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് വരും. ഓക്കെ, എന്തായാലും ഈ ഒരു ട്രേഡ് എടുക്കാൻ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. അറൗണ്ട് 100 റുപ്പീസിന് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഈ ഒരു ട്രേഡ് എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ 2000 രൂപ ലോസ് വരും. അതുപോലെ തന്നെ ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ 4000 രൂപ പ്രോഫിറ്റ് കിട്ടും. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് മാർക്കറ്റ് കണ്ടീഷൻസ് വളരെ മോശമായിരുന്നു. ട്രേഡ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു മാർക്കറ്റ് കണ്ടീഷനായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ഡിസിഷൻ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ്. സോ ഫൈനലി ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏതാണ്ട് 1000 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ ഈ ഒരു ബ്രേക്ക് ഔട്ട് മുന്നെയാണ് നമ്മൾ ട്രേഡ് എടുത്തത്. നല്ലൊരു ഫോൾ വരുന്നുണ്ട്, 1500 രൂപ പ്രോഫിറ്റ്. സോ ഞാൻ ഈ ഒരു മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ട്രേഡ് എടുക്കാതിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ഒരു ആഴ്ചയൊന്നും എനിക്ക് വലിയ സെറ്റപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ഉണ്ട്. അതായത് ഞാൻ ഒരു മൾട്ടിപ്പിൾ റീസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എൻട്രി എടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ റീസൺസ് ഒന്നും എനിക്ക് കഴിഞ്ഞ ആഴ്ചയിലൊന്നും കിട്ടിയില്ല. അപ്പം കുറേ ഫോഴ്സ്ഫുള്ളി നമ്മളൊരു ട്രേഡ് എടുക്കുന്നത് മിക്കപ്പോഴും അത് ലോസിലോട്ട് തന്നെ മൂവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ മാക്സിമം വെയിറ്റ് ചെയ്തിട്ട് നല്ല സെറ്റപ്പ്സ് വന്നിട്ട് മാത്രം ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇതെനിക്കൊരു ഞാൻ പലപ്പോഴും ട്രേഡ് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. നമ്മൾ ഒരു ബ്രേക്ക് ഔട്ടിന് മുന്നേ എൻട്രി, അപ്പം ഡൗൺ സൈഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഷോർട്ട് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ പ്രൈസ് കിട്ടി. നമുക്ക് ബ്രേക്ക് ഔട്ടിന് തൊട്ട് മുന്നേ ഒരു ബെറ്റർ പ്രൈസ് കിട്ടി. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അതായത് പ്രീ ബ്രേക്ക് ഔട്ട് എൻട്രി സ്ട്രാറ്റജി ഞാനിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. സോ ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ പ്രൈസിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നോക്കുക, ഞാൻ എൻട്രി എടുത്തതിന് ശേഷം കുറച്ച് സൈഡ് ബൈസ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ആയത് ഏതാണ്ട് ഞാൻ എൻട്രി എടുത്ത പൊസിഷനിൽ തന്നെയാണ്. പക്ഷേ സോ പ്രോബബ്ലി ഞാൻ ഈ ഒരു വർഷം തന്നെ ഈ ഒരു സ്ട്രാറ്റജി കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് കുറച്ചും കൂടി ബെറ്റർ പ്രൈസിൽ എൻട്രി എടുക്കുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യും. അപ്പോൾ എന്തായാലും ഇപ്പോൾ 1500 രൂപ പ്രോഫിറ്റ് വന്നതാണ്. ഇപ്പോൾ എന്തായാലും 1000 രൂപയ്ക്ക് താഴെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്. തിരിച്ചു പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും നമ്മൾ ഹാപ്പിയാണ്. അത് താഴോട്ട് വന്നിട്ട് ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു ട്രേഡ് എങ്ങനെ പോകുമെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ആസ് എക്സ്പെക്റ്റഡ് ഒരു നല്ല ഫോൾ വന്നിട്ടുണ്ട്. ഒരു റീട്രേസ്മെൻറ്റ്, പിന്നെ കുറച്ച് സൈഡ് ബേസ് മൂവ്മെൻറ്റ്, പിന്നെ നല്ല ഫോൾ. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റൊക്കെ കഴിഞ്ഞ് നല്ല ഫോൾ വരികയാണ്. നമുക്ക് ഈ ട്രേഡിൽ നിന്ന് 4382 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സ്റ്റിൽ ആ ഒരു ഫോൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ എക്സിറ്റ് ആയത് കുറച്ചും കൂടി ബെറ്റർ പ്രൈസിലാണ്. 27ലാണ്. ഓക്കെ, ഇപ്പം 1:2.15 കിട്ടിയിട്ടുണ്ട്. സോ യെസ്, ഇതൊരു നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചെറുതയുടെ ചാർട്ടാണ്. ഇപ്പോൾ നിങ്ങൾ 1 hour ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ, സോ നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഡൗൺ സൈഡ് തന്നെയാണ്. കുറച്ച് നാളായിട്ട് ഡൗൺ സൈഡാണ് ട്രെൻഡ്. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയും ഡൗൺ സൈഡ് ആയിരുന്നു. പിന്നെ ഞാൻ എൻട്രി എടുക്കാനുള്ള റീസൺ നമ്പർ 2 ഈ ഒരു ബ്രേക്ക് ഔട്ടാണ്. ഇവിടെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ബ്രേക്ക് ഔട്ട്, ഈ സെയിം ബ്രേക്ക് ഔട്ടാണ് ഇവിടെ കാണുന്നത്.
ഓക്കെ, സോ ഈ ബ്രേക്ക് ഔട്ട് തൊട്ട് മുന്നെയാണ് ഞാൻ എൻട്രി എടുത്തത്. പിന്നെ റീസൺ നമ്പർ 3 എന്ന് പറയുന്നത് ഈ ഒരു ഹൈ തൊട്ട് ഇന്നത്തെ ലോ വരെ ഫിബൊനാച്ചി വരച്ചാൽ കാണാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും 0.236 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് റിജക്ഷൻ ആണ്. 15 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ കുറച്ചും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ 0.236 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് റിജക്ഷൻ കാണാൻ പറ്റും. രണ്ട് നല്ല വിക്കുള്ള ക്യാൻഡിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് റീസൺ നമ്പർ 3. അപ്പോൾ 3 സോൾഡ് റീസൺസ് ഉണ്ട് ഈ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് ടാർഗറ്റ് ഹിറ്റായിട്ട് ഇപ്പോൾ വീണ്ടും നല്ല ഫോളോ വരുന്നുണ്ട്. എന്തായാലും അത് നമുക്ക് മാറ്റർ ചെയ്യുന്നില്ല. നമ്മൾ 1:2 കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ആവും. സോ ഇതൊക്കെ ഞാൻ ടാർഗറ്റ് ഡിനോട്ട് ചെയ്യാൻ വെച്ച അലേർട്ട്സ് ആണ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ടാർഗറ്റിൽ നിന്ന് തന്നെ 80 പോയിൻറ്റ്സ് ഫോളോ വന്നിട്ടുണ്ട്. ഇപ്പം 1:4 ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും അത് മാറ്റർ ചെയ്തില്ല, നമ്മൾ സിസ്റ്റം ട്രേഡിംഗ് ആണ്. അപ്പം നമുക്ക് ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എക്സിറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇല്ലെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനി തൊട്ട് നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും, അതുപോലെ ലൈവ് ട്രേഡ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.